സ്വർലോകനാടന്റെ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ നിത്യത. ഹായൻ പ്രേമമേ ഹാമേ ലോകമേ, ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ നിത്യത, എന്നു ഞാൻ കാണുമാ നിത്യത. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഗ്രേസ് മിനിസ്ട്രീസിന് സ്വാതന്ത്ര്യ സന്ദേശം എന്ന ഞങ്ങളുടെ TV പ്രോഗ്രാമിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സ്നേഹത്തോടെ വന്ദനം ചെയ്യുന്നു, സ്വാഗതം ആശംസിക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രദ്ധാപൂർവ്വം സഹകരിച്ചാൽ, സംബന്ധിച്ചാൽ ഇത് കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും വിടുതലുണ്ടാകും. ഞാൻ പറയുന്നത് കൊണ്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ വചനത്തിന് അപ്രകാരമുള്ള ലഹരിയുണ്ട്. അത് നിങ്ങളിൽ വന്നാൽ നിങ്ങൾക്ക് പാദമൊന്നിറുക വരെ വിടുതലാവും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 24-25 വാക്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. വിഷയത്തിൽ പറയട്ടെ. ആദ്യം, ക്രിസ്തുവും ക്രിസ്ത്യാനിയും ഒന്നാണ്. കഴിഞ്ഞ ആഴ്ച തൊട്ടുവെച്ചു. ഇതിലൂടെ പറഞ്ഞിട്ട് വേണം അത് അവസാനിപ്പിക്കാൻ. അതുകൊണ്ട് ദൈവം കൃപ ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെയും അടുത്ത ആഴ്ചത്തെയും 2 എപ്പിസോഡിനോട് കൂടി ഇതിൻ്റെ പുറകിൽ ഇതിനു വേണ്ടി വരുന്നുണ്ട്. സ്തോത്രം. കൈകൂപ്പി ബഹുമാന പുരുഷൻ പറയുന്നു, വെളിപ്പാടുകളുടെ ആധിക്യം എന്ന അപ്പോസ്തലനായ പൗലോസ് തൻ്റെ കാലത്ത് പറഞ്ഞതുപോലെ ഇവരെല്ലാവരും എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തിൻ്റെ മാർമിക സത്യങ്ങൾ മനസ്സിലാക്കാൻ ബലഹീനനായ എന്നെയും കൂടെ ദൈവം അതിന് ഒരുക്കിയെടുത്തത് കൊണ്ടാണ് ഞാൻ അത്രയും സന്തോഷത്തോടെ, പ്രസന്നതയോടെ, ചിലപ്പോൾ ഗൗരവത്തോടെയൊക്കെ പറയുന്നത്. ദൈവത്തിന് വെളിപ്പാട് ലഭിച്ചു എന്നുള്ളതിന് ബോധ്യമുള്ളത് കൊണ്ടാണ്. ഓക്കെ, മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 24-25 വാക്യങ്ങൾ. ശിഷ്യൻ ഗുരുവിൻ മീതെയല്ല, ദാസൻ യജമാനന് മീതെയുമല്ല. ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യന് മതി. ശിഷ്യൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു വെച്ചത് ക്രിസ്ത്യാനി. അതിനു മുമ്പ് ദൈവത്തിൻ്റെ പേരിൽ ദൈവം വിളിച്ച വിളി ശിഷ്യൻ, ശിഷ്യന്മാർ. ഗുരു ഉള്ളവരാണ് ശിഷ്യൻ. ഗുരുവിനെ അംഗീകരിക്കുകയും അനുഗമിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരാണ് ശിഷ്യൻ. സ്തോത്രം. ഒരിക്കൽ ഒരു ക്ലാസ് നടക്കുമ്പോൾ അവിടുത്തെ ഗുരു കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു, ഉറുമ്പിനെ പോലും നോവിക്കരുത്. അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഗുരു വെളിയിലേക്ക് നോക്കിയപ്പോൾ തൻ്റെ പയറിനകത്ത്, താൻ നട്ട കൃഷിയാകുന്ന പയറിനകത്ത് ഏതോ പശു വന്ന് അത് തിന്നുന്നു, പയറിൻ്റെ ഇല തിന്നുന്നു. ഗുരു ഉപ്പ് വരാമെന്ന് പറഞ്ഞ് പിള്ളേരോട് പറഞ്ഞിട്ട് ഓടി അങ്ങ് ചെന്നു. നല്ലൊരു പത്തൽ കൈ കിട്ടി. ആ പശുവിന് കണ്ടമാനം തല്ലി നോവിച്ചു. അതെങ്ങനെയൊക്കെ ഓടി രക്ഷപ്പെട്ടു. ഇത് കണ്ടുകൊണ്ടിരുന്ന മക്കൾ ഇവിടെ വന്നപ്പോൾ ഈ ഗുരുവിനോട് ചോദിച്ചു, ഹലോ ഗുരു, അങ്ങല്ലേ പറഞ്ഞത് ഉറുമ്പിനെ പോലും നോവിക്കരുതെന്ന്? അപ്പോൾ ഇതോ? അപ്പോൾ ഗുരു പറഞ്ഞ പോലെ പയറ്റിൽ അപ്പിടി, നമുക്കിവിടെ ഇപ്പിടി. ഇതല്ല ഗുരു ശിഷ്യബന്ധം. ഗുരു മാതൃകയായിരിക്കണം, അനുകരിക്കാൻ കൊള്ളാവുന്നതായിരിക്കണം. ഒരു ദിവസം 2 ദിവസമല്ല, ചിലർക്കല്ല. കാരണം കൂടാതെ ആർക്കും ആരോപണവും അപവാദവും പറയാം വ്യാജമായിട്ട്. എന്നാൽ സത്യമായിട്ട് പറയാൻ അവൻ്റെ അടുത്തൊന്നും ഉണ്ടാകല്ലേ. ഇവിടെ യേശു പറഞ്ഞ കണ്ടോ, ഗുരുവിനെ പോലെ ആകുന്ന ശിഷ്യന് മതി.
ഇന്ന് പറയുന്നത് ക്രിസ്തുവും ക്രിസ്ത്യാനിയും ഒന്നാണെന്ന് പറയുമ്പോൾ ശിഷ്യനും ഗുരുവും ഒന്നാണ്, ഒന്നായിരിക്കണം. യേശു ദൈവവും ദൈവപുത്രനുമാണ്. ശിഷ്യൻ അത് രണ്ടുമല്ല. ശിഷ്യൻ ഗുരുവിൻ്റെ ശിഷ്യനാണ്. ഗുരു പഠിപ്പിക്കുന്നത് അംഗീകരിക്കുകയും പഠിക്കുകയും പ്രാപിക്കുകയും പ്രായോഗികമാക്കുകയും ചെയ്യണം. അപ്പോൾ ഗുരുവിനെ പോലെ ആകുന്ന ശിഷ്യന് മതിയെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഗുരുവിനെ പോലെ ആയോ? എൻ്റെ വിചാരമില്ലെന്നാ. അങ്ങനെ തന്നെ ശരിയിട്ടിരിക്കുകയാണ് അതിനു വേണ്ടി. എൻ്റെ അവസാന ഓർമ്മയുടെ സമയം വരെ ഞാൻ ഗുരുവിനെ പോലെ ആകുവാൻ ആശിക്കുന്നു, ആഗ്രഹിക്കുന്നു, അപേക്ഷിക്കുന്നു, താഴ്മ ധരിക്കുന്നു. ഗുരുവിനെ പോലെ ആകുന്ന ശിഷ്യന് മതി. കഴിഞ്ഞ ഏതോ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുപോലെ കുറേ ആൾക്കാരുടെ ജനപിന്തുണ എനിക്കുണ്ട് എന്നതുകൊണ്ട് ഞാൻ ശരിയാണെന്ന് വരുന്നില്ല കേട്ടോ. ആരും തുണയില്ലെങ്കിലും തുണയായിട്ട് അവിടെ നിന്നുണ്ട്. പൗലോസ്ലീഹ ഒരിക്കൽ പറഞ്ഞു, എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ എന്ന് പറഞ്ഞാൽ എന്നെ വിസ്തരിച്ച പ്രതിവാദം വന്നപ്പോൾ അവർ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടും കാരണമില്ലാതെ എന്നെ വിസ്തരിച്ചു. എല്ലാവരും എന്നെ വിട്ടുപോയി, എല്ലാവരും എന്നെ വിട്ടുപോയി. പക്ഷേ ഒരാൾ പോയില്ല, ഒരാൾ പോയില്ല. തിമോത്തിയോസ് ലേഖനത്തിലുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഗുരുവും ശിഷ്യനും ഒന്നാണ് എന്ന് ഞാൻ പറഞ്ഞു. അവർ തമ്മിൽ ഒന്നായിരിക്കുന്നത് പോലെ തന്നെ ക്രിസ്തുവും ക്രിസ്ത്യാനിയും ഒന്നാകണം. അങ്ങനെയാണ് ഗുരു ആഗ്രഹിക്കുന്നത്. ഗുരുവിനെ പോലെ ആകുന്ന ശിഷ്യന് മതി എന്ന് പറഞ്ഞു. ഇതിലാരൊക്കെ എങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോയാലും ജനപിന്തുണയുടെ പേരിലൊന്നും നിൽക്കേണ്ട കേസല്ല ഇത്. അത് പോകട്ടെ. ഒരിക്കൽ പൗലോസ്ലീഹ പറഞ്ഞു, എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ എല്ലാവരും എന്നെ കൈവിട്ടു. ഇങ്ങനെ കർത്താവ് എനിക്ക് തുണ നിന്നു. പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പിക്കാനിടയായി. എൻ്റെ ചെറിയ പഠനത്തിൽ എല്ലാവരും പോയിട്ടും ഒരാൾ പോയില്ല. അത് യേശുവാണ്, ഗുരുവാണ്. ഗുരു പോയില്ല. ഇതാണ് ശിഷ്യനും ഗുരുവുമായിട്ടുള്ള ബന്ധം എന്ന് തെളിയിക്കുന്നത് നല്ലതല്ലേ? യേശു പോയില്ലെന്ന് മാത്രമല്ല, ദൈവം പൗലോസിനെ കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്, നിയോഗിച്ചിരിക്കുന്നത്, നിർണയിച്ചിരിക്കുന്നത് പൂർത്തിയാക്കുവാൻ കൂടെ നിന്നവൻ ഗുരു മാത്രമാണ്. പൗലോസ് ശിഷ്യന്മാരോ സഹപ്രവർത്തകരോ വിട്ടുപോയപ്പോഴും വിട്ടുപോകാതെ കൂടെ നിൽക്കുന്നത് ഈ ഗുരുവാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയേണ്ടതായ, ഗ്രഹിക്കേണ്ടതായ, ചിന്തിക്കേണ്ടതായ കാര്യം, എൻ്റെ പൊന്നെ സ്തോത്രം, മനസ്സിലാക്കുക. ആരൊക്കെ പോകട്ടെ, ആരൊക്കെ അവഗണിക്കട്ടെ, മറക്കട്ടെ, ഇല്ലാതാകട്ടെ, യേശു ഉണ്ടായാൽ പോരെ? യേശു അരികത്തില്ലേ? ഈ ശുശ്രൂഷ രംഗത്ത് ഇറങ്ങിയവരെല്ലാം ഇതെല്ലാം അനുഭവിച്ചവരല്ലേ? അതുകൊണ്ടാണ് ഗുരുവിനെ പോലെ ആകുന്ന ശിഷ്യന് മതി എന്ന് പറഞ്ഞത്. ഗുരുവിനെ പോലെ ആകുന്നത് മരണത്തോടുള്ള ബന്ധത്തിലേക്ക് എത്തുമ്പോഴാണ്. അവിടം വരെ ഈ ഗുരു കൂടെയുണ്ട്. അതുകൊണ്ട് ഇന്ന് പകലിൽ നമ്മൾ ചിന്തിക്കുന്നത്, ശിഷ്യന് ഒരു ഗുരുവുണ്ട്, ഗുരുവിന് ശിഷ്യഗണമുണ്ട്. അതിലൊരാളായി തീരുവാൻ നമുക്ക് ഇടയാകുമാറാകട്ടെ. കർത്താവ് അതിനെ അനുഗ്രഹിക്കട്ടെ. 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ ആരാണ് ശിഷ്യൻ, അഥവാ അവൻ്റെ നിലവാരം, അവൻ്റെ സ്റ്റാറ്റസ്, അവൻ്റെ പദവി, അവൻ്റെ അംഗീകാരം എങ്ങനെയാണ്? 1 പത്രോസ് 2-ന്റെ 7. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്.
വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമായി തീർന്നു. ഓക്കെ, രണ്ടു തരം ആൾക്കാരെ പറയുകയാണ്. യേശുവിനെ ഉള്ളതുപോലെ ഏറ്റെടുക്കുന്നവർക്ക് അവർ മാന്യരാണെന്ന്. എൻ്റെ അതിലത്തെ കുറിപ്പടി ഇങ്ങനെയാണ്: യേശുവിൻ്റെ ശിഷ്യൻ മാന്യനാണ്, അവന് മാന്യതയുണ്ട്. അവന് മാന്യതയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് അവനെക്കുറിച്ച് റെക്കമെൻഡ് ചെയ്താൽ, കുറിച്ചാൽ, മാറ്റി എഴുതാൻ, മാറ്റി പറയാൻ ആരും സ്വർഗത്തിലുമില്ല ഭൂമിയിലുമില്ല. അവിടെ നിന്ന് പറയുകയാണ് ഈ ശിഷ്യൻ മാന്യനാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രയേ ഉള്ളൂ: ശിഷ്യൻ മാന്യനാണ്, ശിഷ്യൻ ഗുരുവിനൊപ്പമാണ്, ശിഷ്യനും ഗുരുവും ഒന്നാണ്, ക്രിസ്തുവും ക്രിസ്ത്യാനിയും ഒന്നാണ്. അതിൽ കുറഞ്ഞതൊക്കെ വെറും ഡ്യൂപ്ലി പരിപാടിയല്ലേ? എന്തിന് കാലം കളയണം, കാലം പോക്കണം? സ്തോത്രം. യോഹന്നാൻ അപ്പോസ്തലൻ നീണ്ടകാലം യേശുവിനോട് കൂടെ വസിച്ച ആ ദൈവമനുഷ്യൻ കുറിച്ച് വെച്ചത് അവൻ്റെ കൽപ്പനകൾ നമുക്ക് ഭാരമുള്ളവയല്ല. യേശു നേരിട്ട് പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരമുഖതരുമായുള്ളവരും നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എൻ്റെ നുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. ഈ യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞതും യേശു പറഞ്ഞതും രണ്ടും കൂടെ കൂട്ടിച്ചേർത്തെന്ന് പറഞ്ഞാൽ, ലഘുവായ കൽപ്പനകളെ പ്രമാണിക്കുവാൻ വീട്ടുകാരെ, നാട്ടുകാരെ, കൂട്ടക്കാരെ, കുടുംബക്കാരെ പെർമിഷൻ മേടിക്കാൻ നിന്നാൽ, ഗുരുവിനെ കൂടാതെ കല്ലറയ്ക്കകത്ത് കയറിയിട്ട് വല്ല ഗുണവും ഉണ്ടോ? ക്രിസ്തുവും ക്രിസ്ത്യാനിയും ഒന്നാണെങ്കിൽ അതിൻ്റെ സമാപന റിസൾട്ട് ഇങ്ങനെയാണ്: ക്രിസ്തു പോയോടത്ത് ക്രിസ്ത്യാനിയും പോകും. ക്രിസ്തു പാപികളെ രക്ഷിക്കാൻ വന്നു. ക്രിസ്തു പോയത് പിതാവിൻ്റെ നാട്ടിലും വീട്ടിലും അരികത്തും വന്നിടത്തേക്ക് തിരിച്ചു പോയി. പാപികളെ ഇനി അങ്ങോട്ട് കൊണ്ടുപോകത്തില്ല. പാപികളെ അങ്ങോട്ട് കൊണ്ടുപോകാനായിരുന്നെങ്കിൽ ക്രിസ്തു വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ക്രിസ്തു വന്നത് പാപികളെ പാപത്തിൽ നിന്ന് വിടുവിക്കാൻ വന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തൊക്കെ ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കുവീൻ. ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ളതാണ് അവൻ്റെ രാജ്യവും അവനൊരുക്കുന്ന പുതിയ യെരൂശലേം എന്ന ആ വർണ്ണിക്കാൻ കഴിയാത്ത വർണ്ണനാതീതമായ ആ നഗരം അങ്ങനെയുള്ളവർക്ക് ഒരുക്കുന്നതാണ്. അത് വിശ്വാസത്താൽ കണ്ടിട്ടാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ത്യാഗമെല്ലാം കഴിക്കുന്നത്. ഓക്കെ, കാര്യം മനസ്സിലാക്കാൻ ദൈവം ഇടയാക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 26-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം. അഗ്രിപ്പ പൗലോസിനോട്, ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്തത്. അതിന് പൗലോസ്, നീ മാത്രമല്ല, ഇന്ന് എന്റെ പ്രസംഗം കേൾക്കുന്നവൻ എല്ലാവരും അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ ഈ ചങ്ങല ഒഴികെ എന്നെ പോലെ ആകണമെന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. നീ ക്രിസ്ത്യാനി ആകണമെന്നല്ല പൗലോസ് പറഞ്ഞത്. 3 രാജാക്കന്മാർ ഒരുമിച്ച് ഒരു കോടതിയുടെ ചെയറിലിരുന്നിട്ട് പൗലോസിനെ വിളിച്ച് മതപരമായ കാര്യത്തിൽ വിസ്തരിച്ചു. വിസ്താരമെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പൗലോസ് ചില സാക്ഷ്യം പറഞ്ഞു. അത് കേട്ടിട്ട് അതിലെ പ്രധാനപ്പെട്ട രാജാവായ അഗ്രിപ്പ എന്നു പേരുള്ള ഈ മനുഷ്യൻ പൗലോസിനെ പുച്ഛിക്കാൻ തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ ഒന്ന് ആക്ഷേപിക്കുക, ഒന്ന് കളിയാക്കുക. കാരണം അദ്ദേഹം
വളരെയധികം അധികാരസ്ഥനാണ്. 3 പേരിൽ ചെയർ അദ്ദേഹമാണ്. അപ്പോൾ അതേ കഴിഞ്ഞിട്ട് ചോദിച്ചു, അല്ല പൗലോസേ, അദ്ദേഹം യഹൂദനാണ്, പൗലോസും യഹൂദനാണ്. അല്ല പൗലോസ്, നീ അല്പകാര്യം കൊണ്ട് എന്നെ ക്രിസ്ത്യാനിയാക്കാന്നാണോ വിചാരിക്കുന്നത്? ഇങ്ങനെ ദൂരം ആൾക്കാരുണ്ടെന്നറിയാമോ? തന്നെത്താൻ പൊങ്ങച്ചം കാണിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ള ഭാവം ആയിരിക്കാം. പക്ഷെ കർത്താവിൻ്റെ അടുക്കൽ നീ ഒരു കൊതുക് പോലെയുള്ളൂ, ഒരു കൊതുക് പോലെ. പോട്ടെ. അപ്പോൾ പൗലോസ് പറഞ്ഞു, അല്പം കൊണ്ടായാലും വേണ്ടില്ല, അധികം കൊണ്ടായാലും വേണ്ടില്ല, എനിക്കൊരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, നിങ്ങൾ എന്നെപ്പോലെ ആകണം, എന്നെപ്പോലെ ആകണം. സ്തോത്രം. ക്രിസ്ത്യാനി എന്ന പദം അല്ലെങ്കിൽ ആൾക്കാരെ അഗ്രിപ്പ, യഹൂദ രാജാവായിരിക്കുന്ന അഗ്രിപ്പായ്ക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല, തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവരെ അദ്ദേഹത്തിന് പുച്ഛമായിട്ടാണ് തോന്നുന്നത്. സ്തോത്രം, സ്തോത്രം. 1 പത്രോസ് 2:7 വായിച്ചപ്പോൾ കണ്ടില്ലേ, വിശ്വസിച്ച നിങ്ങൾ മാന്യരാണെന്ന്. ഇസ്രായേലിനെ നോക്കിക്കൊണ്ട് യഹോവയായ ദൈവം പറഞ്ഞു, യെശയ്യാ 41:4, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാണ് എന്ന്. ക്രിസ്തുവും ക്രിസ്ത്യാനിയും ഒന്നാണെന്ന് പറഞ്ഞാൽ ക്രിസ്തു മാന്യനായതുകൊണ്ട് ക്രിസ്ത്യാനിയും മാന്യനാണ്. ശിഷ്യൻ ക്രിസ്ത്യാനി. നിങ്ങൾ എങ്ങനെയെങ്കിലും സത്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ത്യാഗം കഴിക്കുന്നത്. നിങ്ങളീ കേൾക്കുന്നവർ അനേകം പേരും ക്രിസ്തുവിന് ശിഷ്യരായിട്ടില്ല. അത് ഞാൻ ആത്മാവിൽ പറയുന്നു, പ്രവചിച്ച് പറയുന്നു. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശിഷ്യരാകണം. സ്വകാര്യമായിട്ട് നിങ്ങൾക്ക് ക്രിസ്തുവിൽ ശിഷ്യനാകാം. എത്രയോ പേര് ഞങ്ങളുടെ അടുക്കൽ വന്ന്, ഞങ്ങളുടെ അടുക്കൽ ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ അടുക്കൽ വന്ന് പ്രവചിച്ച് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശിഷ്യരാകണം. സ്വകാര്യമായിട്ട് നിങ്ങൾക്ക് ക്രിസ്തുവിൽ ശിഷ്യനാകാം. ഈ മാന്യനാണ്. ശിഷ്യൻ ക്രിസ്ത്യാനി. നിങ്ങൾ എങ്ങനെയെങ്കിലും സത്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ത്യാഗം കഴിക്കുന്നത്. നിങ്ങളീ കേൾക്കുന്നവർ അനേകം പേരും ക്രിസ്തുവിന് ശിഷ്യരായിട്ടില്ല. അത് ഞാൻ ആത്മാവിൽ പറയുന്നു, പ്രവചിച്ച് പറയുന്നു. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശിഷ്യരാകണം. സ്വകാര്യമായിട്ട് നിങ്ങൾക്ക് ക്രിസ്തുവിൽ ശിഷ്യനാകാം. എത്രയോ പേര് ഞങ്ങളുടെ അടുക്കൽ വന്ന്, ഞങ്ങളുടെ അടുക്കൽ ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുകയും യേശുവിനെ യേശുദാവായി സ്വീകരിക്കുകയും അവരെ വീട്ടുകാരറിയാതെ സ്നാനപ്പെടുകയൊക്കെ ചെയ്ത സംഭവങ്ങൾ പലതുണ്ട്. പിൽക്കാലങ്ങളിൽ ആ കുടുംബം മുഴുവനും കർത്താവിനെ അറിഞ്ഞ് മുമ്പോട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല. ആരാണ് ക്രിസ്ത്യാനി? ക്രിസ്തു ഉള്ളവനാണ് ക്രിസ്ത്യാനി. ക്രിസ്തുവും ക്രിസ്ത്യാനിയും ഒന്നാണ്. പേരുകൊണ്ടല്ല ക്രിസ്ത്യാനി, നേരുകൊണ്ടാണ്. എൻ്റെ ചെറുപ്രായത്തിൽ എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാർ, മുതിർന്നവർ, വെള്ളിക്കോലിൻ്റെ കാര്യം പറയുമായിരുന്നു. അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയിട്ട് എന്തോ സാധനങ്ങൾ തൂക്കാൻ വേണ്ടി വെള്ളിക്കോൽ വാങ്ങിക്കൊണ്ട് വരാൻ പറയും. ഞാൻ പോയി വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ആ ചെറുപ്രായത്തിലും ഈ കാലത്തിലും പലപ്പോഴും കടയിൽ നിന്ന്, ഹോട്ടലിൽ നിന്ന് നെയ്യപ്പം വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞ് നെയ്യപ്പം വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യപ്പം വാങ്ങി തിന്നിട്ടുണ്ട്. പേര് നെയ്യപ്പം എന്നാണ്, പക്ഷേ അത് നെയ്യപ്പമല്ല, അത് എണ്ണയപ്പമാണ്. അതിനകത്ത് നെയ്യില്ല. ഞാൻ വാങ്ങിക്കൊണ്ട് കൊടുക്കുന്ന തൂക്കുന്ന കോലിന് പേര് വെള്ളിക്കോലെന്നാണ്, അതിന് വെള്ളിയില്ല. സ്തോത്രം. പേര് ക്രിസ്ത്യാനിയുടെയാണ്, ക്രിസ്തുവില്ല. ഇവിടുത്തെ മറ്റേതൊരു ദുർമാർഗിക്ക് കിട്ടുന്ന ശിക്ഷയേക്കാൾ
ഡബിൾ ത്രിബിൾ ആയിരിക്കും ക്രിസ്ത്യാനിക്ക് ശിക്ഷ കിട്ടുന്നത്. കാരണം ഓരോ ദിവസവും ക്രിസ്ത്യാനി ക്രിസ്തുവിനെ അവമാനിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ പേരിനെ ദുഷിപ്പിക്കുകയാണ്. പത്രോസ് എഴുതി വെച്ചു, നിങ്ങൾ നിമിത്തം അവൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടാൻ കാരണമാകരുത്. ദുഷിക്കപ്പെടാൻ ക്രിസ്ത്യാനിക്ക് സമരമില്ല. ക്രിസ്ത്യാനിക്ക് ലാത്തി ചാർജിൻ്റെ ആവശ്യമില്ല. ക്രിസ്ത്യാനിക്ക് റിമാൻഡിൻ്റെ ആവശ്യമില്ല. ഞാൻ ഇപ്പോൾ പറയുന്ന കാര്യം സിവിൽ കാര്യമാണ്. അപ്പോൾ തന്നെ സ്പിരിച്വലായിട്ട് മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മുടെ പിതാക്കന്മാർ അങ്ങനെയൊക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ആരാണ്? ക്രിസ്ത്യാനിയുടെ റൂട്ട് എന്താണ്? ക്രിസ്ത്യാനിക്ക് പേരിലുള്ള സർവേ, ഈ ഒരു സർവേ എടുക്കുകയാണെങ്കിൽ എങ്ങനെ എടുക്കും? അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. സംഖ്യാപുസ്തകം 23-ാം അധ്യായം 9-ാം വാക്യം. ശിലാഗ്രങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, യെസ്, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ഇത് കേൾക്കുമ്പോൾ വേദപുസ്തകത്തെക്കുറിച്ചോ ആത്മീയ കാര്യത്തെക്കുറിച്ചോ ഏകദേശം കുറച്ചെങ്കിലും അറിവുള്ള ആൾക്കാർ ചിന്തിക്കും, അത് ന്യായപ്രമാണ കാലത്തിലെ കാര്യമാണ് ആ പാസ്റ്റർ പറയുന്നതെന്ന്. ശരിയാണത്, നിങ്ങളുടെ ചിന്ത ശരിയാണ്, ഓക്കെ. പക്ഷെ 2 സർവേയാണ് ദൈവത്തിന്. ജനസസ് എടുക്കുന്ന 2 സർവേ എണ്ണപ്പെടുന്നില്ല. 1000, 14 ലക്ഷങ്ങളൊക്കെ സംഖ്യകൾ കയറി ഇങ്ങനെ ജനസസ് എടുക്കുമ്പോൾ സംഖ്യ വരും, ഇത്ര വോട്ടർമാർ അല്ലെങ്കിൽ ഇത്ര ജനസംഖ്യ എന്ന് വരും. പക്ഷേ അത് 2ആയിട്ടാണ് വരുന്നത്. ഇതാ പറഞ്ഞ്, 1 ഇസ്രായേൽ അല്ലാത്തവർ, 2 ഇസ്രായേലിൻ്റെ ഗണം വേറെ, ഈ വിജാതിയായവരുടെ ഗണം വേറെ. അതാണ് പറഞ്ഞ് ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. 2 കൊരിന്ത്യർ ലേഖനം 6:14. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബലയാമിനും തമ്മിൽ എന്ത് പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി, ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജിത, നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. കണ്ടോ, എല്ലാം 2 കാണിക്കുകയാണ്. ഇത് പൗലോസിന്റെ പുതിയ നിയമകാലത്തിൽ ദൈവസഭയിലെ കാര്യങ്ങൾ പറയുകയാണ്. ആ കാലങ്ങളിലേക്ക് വന്നപ്പോൾ 2ആയി തിരിക്കുകയാണ്. ഇവിടെ 2 ജനസസ്സാണ്, അവിശ്വാസി വിശ്വാസി, ദൈവാലയം വിഗ്രഹം. അങ്ങനെ അതിന് മുൻ വാക്യത്തിൽ വായിക്കുമ്പോൾ നിങ്ങൾ അവരുടെ നിന്ന് വേർപെട്ടിരിപ്പി എന്നാണ് വായിക്കുന്നത്. വേർപെട്ടിരിക്കുക. അപ്പോൾ സംഖ്യാപുസ്തകത്തിൽ വായിച്ചത് ന്യായപ്രമാണ കാലത്തിലെ കാര്യമാണെങ്കിൽ, ഈ 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൽ വായിച്ചത് സഭായുഗത്തിലെ കൃപായുഗത്തിലെ കാര്യമാണല്ലോ. എപ്പോഴും ദൈവത്തിനൊരു വേർപാട് തൻ്റെ ജനത്തിനുണ്ട്. വേർപാട്. പത്രോസ്ലീഹയുടെ 1-ാം പ്രസംഗത്തിൽ പത്രോസ്ലീഹ പറഞ്ഞു, ഈ വക്രതയുടെ തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുകയും ഈ സമൂഹത്തിലെ ദുഷിച്ച സ്വഭാവശീലങ്ങളിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ അവരിൽ നിന്ന് മാറി നിൽക്കുക. അതാണ് അവരിൽ നിന്ന് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞു. മാറി നിൽക്കുക, വിട്ടുനിൽക്കുക. എല്ലാറ്റിലും ചെന്ന് തലയിടുന്നവനല്ല ശിഷ്യൻ. എല്ലാത്തിലും ചെന്ന് തലയിടുന്നവനല്ല ക്രിസ്തുവിനോ കൂടെ നിൽക്കുന്നവൻ. അവർ എപ്പോഴും മിതത്വം പാലിക്കുന്നവരായിരിക്കും. മിതത്വം. ആ മിതത്വം പാലിക്കുമ്പോൾ അറിയട്ടെ, ഓർക്കട്ടെ, വിചാരിക്കട്ടെ, ഞാൻ മാന്യനാണ്. അവരവർ തന്നെ മതിക്കട്ടെ. മാന്യനാന്ന് പറഞ്ഞത് അവൻ തന്നെത്താൻ മാന്യനായതല്ല. ക്രിസ്തുവിൽ വഴിപ്രകാരം വിശ്വസിച്ചനുസരിക്കുന്നവൻ മാന്യനാണ്.
മാന്യനാണ്. ഒരു സഹോദരി അവർ മാന്യയാണ്, മാന്യവനിതയാണ്. ഒരമ്മച്ചി മാന്യയാണ്. ഒരു ബാലിക മാന്യമാണ്. അതുപോലെ ഏത് പ്രായക്കാരായാലും ഏത് സമൂഹത്തിൽ നിന്ന് വന്നതായാലും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ ശിഷ്യത്വത്തിൽ സ്വീകരിക്കുന്നുവോ അവർ മാന്യരാണ്. യേശു ഗുരുവായത് ദൈവവചനത്തെ കീഴടങ്ങിക്കൊണ്ടാണ്. അവൻ പരിശുദ്ധാത്മാവിനെ വിധേയപ്പെട്ടുകൊണ്ടാണ്. ആ ഗുരുവാണ് എൻ്റെ യേശു. ആ ഗുരുവാണ് ഞാൻ ശിഷ്യത്വമെടുത്തത്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഗുരുശിഷ്യ ബന്ധമാണ്. ഗുരുശിഷ്യ ബന്ധത്തിൽ ഞാൻ അവനോട് താതാത്മ്യപ്പെട്ടിരിക്കുന്നു, അഥവാ അവന് കീഴടങ്ങിയിരിക്കുന്നു. സ്തോത്രം. മറ്റേ അത് ഞാൻ ഉദാഹരണമായി പറഞ്ഞ ഗുരു പറഞ്ഞതുപോലെ പയറ്റിൽ അപ്പിടി ഇവിടെ ഇപ്പിടി അല്ല അല്ല. സ്തോത്രം. സ്റ്റേജിൽ ഫുൾഫിറ്റിൽ ശുശ്രൂഷയിൽ അപ്പിടി ഇവിടെ ഇപ്പിടി. നോ നോ, സാധ്യമല്ല, സാധ്യമല്ല. എല്ലാവരെയും ബോധിപ്പിക്കുകയല്ല, ക്രിസ്തുവിനെ ബോധിപ്പിക്കുക. എല്ലാവരെയും ബോധിപ്പിക്കുകയല്ല, മനസ്സാക്ഷിയുടെ അംഗീകാരം മേടിക്കുക. പൗലോസ് പറഞ്ഞു എനിക്ക് നല്ല മനസ്സാക്ഷി ഉണ്ടെന്ന്. അതുകൊണ്ട് പറഞ്ഞു വന്ന കാര്യം ഓർക്കാനിടയാകട്ടെ. നമുക്ക് ചുരുക്കാം. പറഞ്ഞു വന്ന കാര്യത്തിൽ ഒരു കാര്യം കൂടെ നിങ്ങളോട് ഒന്ന് പറഞ്ഞോട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 6:31-32 ഈ 2 വാക്യങ്ങൾ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. തിന്നും എന്ത് കുടിക്കും എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. മതി. പിതാവ് അറിയുന്നല്ലോ. എന്താണ് പിതാവ് അറിയുന്നത്? ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് പിതാവ് അറിയുന്നല്ലോ. ഒരു യൗവനക്കാരന് ഒരു കുടുംബജീവിതം, ഒരു തുണ, ഒരു ഭാര്യ ആവശ്യമുണ്ടെന്ന് പിതാവ് അറിയുന്നല്ലോ. മറിച്ച് യൗവനക്കാരിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ പിതാവ് അറിയുന്നല്ലോ. വീടില്ലാത്തവർക്ക് ഒരു വീട് വേണമെന്ന് പിതാവ് അറിയുന്നല്ലോ. ജോലിയില്ലാത്തവർക്ക് ജോലി വേണമെന്ന് പിതാവ് അറിയുന്നല്ലോ. വിദ്യാഭ്യാസത്തിൽ ആ കുട്ടി ജയിക്കണമെന്ന് പിതാവ് അറിയുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പറയപ്പെടുന്നവർക്ക് എന്തുണ്ട്? ഒരു പിതാവുണ്ട്. അത് ഭൂമിയിലെ പിതാവല്ല. ഭൂമിയിലെ പിതാവ് നല്ലതാണ്, ഒത്തിരി പരിമിതികളുള്ളതാണ് ഒരു മനുഷ്യൻ, പിതാവായാലും മാതാവായാലും. എന്നാൽ ഇവിടെ ഇതാ പരിമിതി ഇല്ലാത്ത ഒരാൾ, അതത്രേ ക്രിസ്തുവും ക്രിസ്ത്യാനിയുമായിട്ടുള്ള ബന്ധം. പരിമിതിയില്ലാത്ത, മുമ്പേ അറിയുന്ന, പോക്കറ്റ് കാലിയാകുമ്പോൾ, കിച്ചൺ കാലിയാകുമ്പോൾ, വസ്ത്രം കീറിത്തുടങ്ങുമ്പോൾ, നമ്മുടെ പ്രായവും സമയവും ഒക്കെ ഓരോന്നായി വരുമ്പോൾ കൃത്യമറിയുന്ന ഒരു പിതാവുണ്ടല്ലോ. സ്തോത്രം. ശിഷ്യന് എന്തുണ്ട്? ഒരു പിതാവുണ്ട്. അതാണ് പൗലോസ് പറഞ്ഞത്. എല്ലാവരും പോയി, ആ പിതാവ് പോയില്ല. അതാണ് സ്നേഹത്തിൻ്റെ നിറകുടം. അതാണ് സ്നേഹത്തിൻ്റെ പ്രായോഗികത. അതാണ് സ്നേഹത്തിൻ്റെ കൈത്താങ്ങൽ. വാക്കുകളെ ചുരുക്കട്ടെ, അവസാനിപ്പിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്വർഗീയ സന്നിധിയിൽ ഞങ്ങൾ നിന്നുകൊണ്ട് ഈ പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട എല്ലാവർക്കായും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരാണ് ക്രിസ്ത്യാനിയെന്ന്, ആരാണ് യേശുവിനൊപ്പമെന്ന്, ക്രിസ്തുവും ക്രിസ്ത്യാനിയും രണ്ടോ ഒന്നോ എന്ന് ദൈവർക്ക് ബോധം വരുത്തണമേ. കർത്താവെ, അങ്ങ് തോട്ടത്തിലെ മുന്തിരിവള്ളിയെങ്കിൽ അങ്ങയുടെ വള്ളിയിൽ പറ്റി നിൽക്കുന്ന ശാഖയാണല്ലോ കർത്താവെ അങ്ങയുടെ മക്കൾ, ശിഷ്യർ. അതുകൊണ്ട് ആ സ്ഥിതിയിലും നിലയിലും വിധത്തിലും ഈ കേൾവിക്കാരായ മുഴുവൻ പേരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിനാൽ അങ്ങനെ സാധിക്കട്ടെ, സംഭവിക്കട്ടെ, ഉണ്ടാകട്ടെ. എല്ലാ മഹത്വം അങ്ങേക്ക് നൽകുന്നു, യേശു ക്രിസ്തുവിൻ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.